നിങ്ങളെ എപ്പോഴും എന്നോടല്ലേ ഓരോന്ന് ചോദിക്കുന്നേ. ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാള് അയാൾക്ക് അയാളുടെ ഭാര്യേനെയും കൊച്ചിനെയും ഇപ്പം ദുബായിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ അയാൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ കോസ്റ്റാ വരുന്നതെന്നൊന്ന് പറയാവോ? ഏത് വിസ എടുക്കാൻ വേണ്ടിയാ? വിസ എടുത്ത് ഇവിടെ കൊണ്ടുവരാൻ. ഓക്കെ, വിസ എടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നമ്മുടെ പേരിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഫാമിലിനെ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പേരിൽ ഫയൽ ഉണ്ടാവില്ല ഇമിഗ്രേഷനിൽ. അപ്പം മുന്നേ പണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഫയൽ ഉണ്ടാവും. നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം ഇമിഗ്രേഷനിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. അത് നമ്മൾ ഏതെങ്കിലും ടൈപ്പിംഗ് സെന്ററിൽ പോയിട്ട് ഫയൽ ഓപ്പൺ ചെയ്യും നമ്മുടെ പേരിൽ. ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റ് 250 dirhams ആണ്. അപ്പം എത്ര പേരുണ്ടെങ്കിലും നമ്മൾ ഇപ്പം വൈഫിനെയും ഒരു 3 പിള്ളേരെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെങ്കിലും ടോട്ടൽ 250 dirhams ഒരു ഫയൽ ഓപ്പൺ ചെയ്താൽ മതി. സ്പോൺസറുടെ പേരിൽ എൻ്റെ പേരിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 250 dirhams കൊടുത്തിട്ട് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഔട്ട്സൈഡ് എൻട്രി പെർമിറ്റ്, അതായത് വിസ എടുക്കണം. നിങ്ങൾ പുറത്തല്ലോ, ഇന്ത്യ നിങ്ങൾ UAE പുറത്താണല്ലോ. അപ്പം ഔട്ട്സൈഡ് എൻട്രി പെർമിറ്റ് ഉണ്ട്, അതെടുക്കുക. അതിന് ഒരാൾക്ക് വരുന്നത് 450 dirhams ആണ് ഒരാൾക്ക് വരുന്നത്. അപ്പം നിങ്ങൾ വൈഫും ഒരു കുട്ടിയുണ്ടെങ്കിൽ 900 dirhams, 450 900 dirhams. പിന്നെ ആദ്യം ഫയൽ ഓപ്പൺ ചെയ്ത 250 കൂടിയിട്ട് 1150 dirhams ആണ് വൈഫും ഒരു കൊച്ചും ദുബായിലേക്ക് വരാൻ വേണ്ടി വിസ എടുക്കാൻ വേണ്ടി ആദ്യം വരുന്ന കോസ്റ്റ്. പിന്നെ വിസ എടുത്തു കഴിഞ്ഞ ശേഷം ഒരു 58 ദിവസം നമുക്ക് കാലാവധി ഉണ്ടാവും. ആ 58 ദിവസത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ മതി അവരെ. 58 ദിവസത്തിനുള്ളിൽ കയറി വന്നാൽ മതി. വിസ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2 മാസത്തിനുള്ളിൽ നമുക്ക് വന്നാൽ മതി. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനും നേരത്തെ വിസ എടുത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 മാസം മുമ്പ് എടുത്തിട്ടാലും കുഴപ്പമില്ല. കാരണം 2 മാസത്തിനുള്ളിൽ 58 ദിവസത്തിനുള്ളിൽ UAE വന്നാൽ മതി. UAE വന്നു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് 58 ദിവസം സമയമുണ്ട് വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വിസ വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ഓൾറെഡി ഫുൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ 1150 കൊടുത്തിട്ട് ഫയൽ ഓപ്പൺ ചെയ്ത് എൻട്രി പെർമിറ്റ് എടുത്ത ആൾ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മാസം കഴിഞ്ഞ് ഒരു 1.5 മാസം ആകുമ്പോൾ നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താൽ മതി. 1.5 മാസം കഴിഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ അപ്ലൈ ചെയ്യുക. മെഡിക്കൽ എല്ലാവർക്കും വേണ്ട, 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രം മതി. വൈഫിന് മാത്രം മതി ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം, കുട്ടികൾക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഒരാൾക്ക് മെഡിക്കൽ അപ്ലൈ ചെയ്യുക. മെഡിക്കലിൻ്റെ കോസ്റ്റ് 300 dirhams ആണ്. നോർമൽ മെഡിക്കൽ അപ്ലൈ ചെയ്താൽ നെക്സ്റ്റ് ഡേ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ 300 dirhams കൊടുത്തിട്ട് മെഡിക്കൽ അപ്ലൈ ചെയ്യും. നോർമലി മെഡിക്കലിന് ഡേറ്റ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് മെഡിക്കലിന് പോകാം. എന്നിട്ട് ഇന്നിപ്പം 8 മണിക്ക് ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും റിസൾട്ട് സെന്ററിൽ പോവുക. എന്നിട്ട് ഇന്നിപ്പോൾ 8 മണിക്ക് അപ്ലൈ ചെയ്താൽ നാളെ 8 മണിയാകുമ്പോഴത്തേനും നമുക്ക് റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എമിറേറ്റ്സ് ID ടൈപ്പ് ചെയ്യാം. എമിറേറ്റ്സ് ID ഇപ്പോഴത്തെ വിസയിൽ 2 വർഷമായതുകൊണ്ട് 2 വർഷമാണ് വിസ എമിറേറ്റ്സ് IDൻ്റെ കാലാവധി. അപ്പം ഒരു എമിറേറ്റ്സ് ID ടൈപ്പ് ചെയ്യാൻ വേണ്ടി 380 dirhams ആണ്. 380 dirhams കൊടുത്തിട്ട് വൈഫിനും എത്ര പേരുണ്ടോ എല്ലാവർക്കും മെഡിക്കൽ എമിറേറ്റ്സ് ID ടൈപ്പ് ചെയ്യണം. എല്ലാവർക്കും വേണം, എല്ലാവർക്കും വേണം. അത് കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. നമ്മൾ എമിറേറ്റ്സ് IDക്ക് ഒരു കറക്റ്റ് ഡേ, ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ ഇതിനു മുമ്പ് എമിറേറ്റ്സ് ID ഇല്ലെങ്കിൽ അവർക്കൊരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിൽ പോയിട്ട് നമ്മൾ ഫിംഗർ പ്രിൻറ്റും ഇതെല്ലാം ബയോമെട്രിക് ക്യാപ്ചർ ചെയ്യണം. ആ ഡേറ്റിൽ ആ സ്ഥലത്ത് ആ സെൻറ്ററിൽ പോയിട്ട് ചെയ്യണം, ആ പറയുന്ന ഡേറ്റിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഇത്രയും രണ്ടും ചെയ്ത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ എൻട്രി പെർമിറ്റ് ഉണ്ട്, വിസ മെഡിക്കൽ ടൈപ്പ് ചെയ്ത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്, എമിറേറ്റ്സ് ID കഴിഞ്ഞിട്ടുണ്ട്, മെഡിക്കലിൻ്റെ ഓൾറെഡി റിപ്പോർട്ടും കിട്ടി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് വിസ സ്റ്റാമ്പിങ്. പണ്ട് നമുക്ക് വിസ സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ സ്റ്റാമ്പ് ചെയ്ത് വരുമായിരുന്നു, ആ വിസ ഒട്ടിക്കുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, ഇപ്പം ജസ്റ്റ് ഇലക്ട്രോണിക്കലിയാണ്, ജസ്റ്റ് ആ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 520 dirhams കൊടുത്തിട്ട് വിസ സ്റ്റാമ്പിങ്ങിൻ്റെ ഇത് ടൈപ്പ് ചെയ്യുക. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അവർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതെല്ലാം അപ്ലോഡ് ചെയ്യും, കൂടെ മെഡിക്കലും എമിറേറ്റ്സ് ID സംഭവം എല്ലാം അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ നോർമലി ഒരു നെക്സ്റ്റ് ഡേ തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ ടോട്ടലി ഇപ്പം ഒരാൾ വരുവാണെങ്കിൽ അവർക്ക് വരുന്നത് 1900 dirhams ആണ് ടോട്ടൽ വരുന്നത്. 1900 dirhams ഇൻക്ലൂഡിങ് ഫയൽ ഓപ്പണിംഗ് ആണെങ്കിൽ 1900 dirhams ആണ് ഒരാൾക്ക് വരുന്നത്. ഇപ്പം വൈഫിനെയും ഒരു കുട്ടീനാണ് കൊണ്ടുവരുന്നെങ്കിൽ കുട്ടിക്ക് 1350 വരും. കാരണം കുട്ടിക്ക് ഫയൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും പിന്നെ മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 250 ഒരു 300 വീണ്ടും അതിൻ്റെ കുറയും. അങ്ങനെ 1350 കുട്ടിക്ക് വരുന്നത്. അങ്ങനെ ഒരു വൈഫിനും ഒരു കുട്ടിക്കും ആണെങ്കിൽ ടോട്ടൽ ഒരു 3250 dirhams വരും. പിന്നെ ആഡ് ചെയ്യുന്ന ഓരോ ആൾക്കും, വൈഫിന് രണ്ടാമത്തെ കുട്ടി ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് വീണ്ടും ഒരു 1350 ആഡ് ചെയ്യണം. അങ്ങനെയാണ് വിസയുടെ കോസ്റ്റ് വരുന്നത്. പിന്നെ സാലറിയുടെ ഒരു ലിമിറ്റ് ഇല്ലേ? സാലറി ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ 4000 dirhams ആണ് സാലറി പറയുന്നത്. ഇപ്പം സ്പോൺസർക്ക് ഇപ്പം എനിക്ക് 4000 dirhams മിനിമം സാലറി ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെ തന്നെ ഇത് കൊണ്ടുവരുന്ന സമയത്ത് സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടാവും. അതായത് നമ്മളിപ്പം നോർമലി ഇവിടെയുള്ള LLC കമ്പനിയൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ
കമ്പനി തന്നെ ഇഷ്യൂ ചെയ്തൊരു ലെറ്റർ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ DMCC പോലത്തെ ഫ്രീ സോൺ കമ്പനി ആണെങ്കിൽ DMCCൻ്റെ ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിന് നമ്മൾ DMCCൻ്റെ പോർട്ടലിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 185 dirhams കൊടുത്തിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, സാലറി സർട്ടിഫിക്കറ്റ് അറബിക്കിൽ എഴുതിയേക്കുന്നത്, ഇമിഗ്രേഷനിലേക്ക് അഡ്രസ്സ് ചെയ്തേക്കുന്നത്. അത് മേടിച്ച് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം, അതിൻ്റെ ആവശ്യം ഉണ്ടാവും. അങ്ങനെ അതൊരു എക്സ്ട്രാ കോസ്റ്റ് ആണ്. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം നിർബന്ധം ഉണ്ടാവും. അത് നാട്ടിൽ നിന്ന് തന്നെ അറ്റസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ വന്നിട്ട് മോഫാൻഡ് അറ്റസ്റ്റേഷനും എല്ലാം അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അതാണ് ഒരു എക്സ്ട്രാ നമ്മൾ ഉദ്ദേശിക്കാതെ വരുന്നത് ചിലപ്പം വരുന്നത്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം നാട്ടിൽ കൊടുത്തിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് നാട്ടിൽ നിന്ന് ഒരാളെ UAE കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് വിസ എടുക്കാൻ പരിപാടിയായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്കിപ്പോൾ ഓൾറെഡി വിസ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളുടെ 2 വർഷം കഴിയാനായി. ഇപ്പൊ നമ്മളുടെ ഈ ഫാമിലിക്ക് വിസ റിന്യൂ ചെയ്യണ്ടേ? അന്നേരം എന്തൊക്കെയാ വരുന്നത്? അന്നേരം നിനക്ക് മെഡിക്കൽ എടുക്കണം 300 dirhams. പിന്നെ 380 കൊടുത്തിട്ട് എമിറേറ്റ്സ് ID ടൈപ്പ് ചെയ്യണം. പിന്നെ 520 കൊടുത്തിട്ട് സ്റ്റാമ്പ് ചെയ്യണം. ആ 3 കോസ്റ്റ് ഉള്ളൂ ആകെ, വേറെ കോസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വിസ പുതുതായിട്ട് എടുക്കുന്നതിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ. പിന്നെ പുതുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ, ഇവിടെ ഉള്ളവർ വിസ പുതുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയും ഡൗട്ടാണ് എനിക്കുണ്ടായിരുന്നത്, ഞാൻ ചോദിച്ചത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻസിൽ എഴുതിയാൽ മതി.